അങ്ങനെ ഒരുപാട് നാളായിട്ട് ഗബ്രിയും ജാസ്മിനും ബിഗ് ബോസിനോട് ഒരുപോലെ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്കൊന്ന് സൈക്കോളജിസ്റ്റിനെ കാണണം, അദ്ദേഹത്തോട് സമാധാനമായി കുറച്ചു നേരം സംസാരിക്കണമെന്നുള്ള കാര്യം. അങ്ങനെ അവസാനം ഗബ്രിക്ക് സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് ഒരു അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. ആദ്യം ഗബ്രി സൈക്കോളജിസ്റ്റിനെ കാണുന്നുണ്ട്, അദ്ദേഹമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ജാസ്മിൻ അടുത്തേക്ക് വന്നിട്ട് സൈക്കോളജിസ്റ്റ് പറഞ്ഞ ചില കാര്യങ്ങൾ ജാസ്മിനായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പുള്ളി പറഞ്ഞത്, ഗബ്രി എന്ന കണ്ടസ്റ്റന്റിനെ എല്ലാവരും കോർണർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ ഭയപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് നിങ്ങളെ അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗബ്രി എന്ന വ്യക്തിയെ അവരെപ്പോഴും കോർണർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതോർത്ത് നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ദെൻ അതിലുപരി എല്ലാ കണ്ടസ്റ്റൻസും ഗബ്രി എന്ന വ്യക്തിയെ ഇഗ്നോർ ചെയ്ത് മാറ്റിക്കളയുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കണം. കാരണം ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, അവർക്ക് പറ്റിയ ഒരു എതിരാളിയല്ല ഗബ്രി. അതുകൊണ്ടാണ് നിങ്ങളെ അവർ ഇഗ്നോർ ചെയ്ത് കളയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളോടും അതുപോലെ തന്നെ ജാസ്മിനോടും ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ബന്ധം എന്താണ്, നിങ്ങൾക്കിടയിൽ എന്താണ് ഉള്ളത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാനായിട്ടുള്ള ഒരു അധികാരം ബിഗ് ബോസ് ഹൗസിലുണ്ട്. ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ പറയാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ബിഗ് ബോസ് ഹൗസ്. നിങ്ങളുടെ ഇടയിൽ എന്താണ് ബന്ധമെന്ന് നിങ്ങൾക്ക് തുറന്നു പറയാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി പറയാതിരിക്കാം. ഞങ്ങൾക്കിടയിലുള്ള ബന്ധം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അത് തന്നെ സ്ട്രോങ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ ഇന്ന ഉത്തരം തന്നെ നിങ്ങൾ പറയണമെന്ന് ഒരിക്കലും മറ്റൊരു കണ്ടസ്റ്റന്റിന് നിങ്ങളോട് പറയാനായിട്ട് പറ്റില്ല. എല്ലാ കണ്ടസ്റ്റൻസും നിങ്ങളോട് സംസാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾ കാണുവാൻ വേണ്ടിയാണ്. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾക്കും ജനങ്ങളോട് സംസാരിക്കാം. അതോർത്തുകൊണ്ട് പെരുമാറുക. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് റിയലൈസ് ചെയ്ത് പറയുക. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും പുറത്താണ് അറിയുന്നത്. ഒരു കണ്ടസ്റ്റന്റ് നിങ്ങളോട് സംസാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. നിങ്ങൾക്കും ജനങ്ങളോട് സംസാരിക്കാം, നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാം. അതിന് നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ജാസ്മിനും നിങ്ങളും തമ്മിലുള്ള ബന്ധം തുറന്നു പറയാൻ തക്ക രീതിയിൽ വളർന്നാൽ അതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുക. മറ്റുള്ള കണ്ടസ്റ്റൻസിനോടല്ല, നിങ്ങളെ കാണുന്ന ജനങ്ങളോട്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് സൈക്കോളജിസ്റ്റ് ഗബ്രിയെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് സങ്കടത്തോടു കൂടി അദ്ദേഹത്തെ കാണാൻ പോയ ഗബ്രി പിന്നീട് പുഞ്ചിരിയോട് കൂടിയാണ് വരുന്നത്. ഇനി നമുക്ക് ഗബ്രിയിലെ ഒരു പുതിയ മനുഷ്യനെ കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഓരോ ആളുകളുടെ രീതിയും സാഹചര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാറായിട്ടില്ല. എന്തൊക്കെ സൈക്കോളജിസ്റ്റ് പറഞ്ഞ ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഗബ്രി എന്ന കണ്ടസ്റ്റന്റ് മൈൻഡിലേക്ക് എടുത്തിരിക്കുന്നത്, അതിനെ ആസ്പദമാക്കിയിരിക്കും ഗബ്രിയുടെ ബിഗ് ബോസ് ഹൗസിലേക്കുള്ള മുന്നോട്ടുള്ള ഗെയിമും കാര്യങ്ങളും. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്